ഗുഡ് ചൈൽഡ് സിൻഡ്രോം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഓരോ സിൻഡ്രോം കൊണ്ടുവരുന്നതെന്ന്. ഇത് നമ്മളറിയാതെ നമുക്കുള്ള ഓരോ പേഴ്സണാലിറ്റി പറയുക കേട്ടോ. ഈ ടൈപ്പ് ഓഫ് ആൾക്കാർ, അതിൽ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എല്ലാവരുടെ ഗുഡ് ബുക്സിലും കയറാൻ ആഗ്രഹിക്കുന്നവർ. ഇത് ചെറുപ്പം മുതൽ വരുന്നതാണ്. നല്ല മോനാട്ടോ, നല്ല മോളാവള് എന്ന് പറഞ്ഞ് അവർ ഒന്നിലും ഒരു യെസ് പറയേണ്ടടുത്ത് അവർ യെസ് പറയില്ല, നോ പറയും. മറ്റുള്ളവർക്ക് തോന്നണ്ട എന്തെങ്കിലും. ഇനി നോ ആണ് അവരുടെ മനസ്സ് പറയുന്നെങ്കിലും അവർ യെസ് പറയും. കാരണം അവർക്ക് വിഷമിക്കേണ്ട, ചുറ്റുമുള്ളവർ. ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ അവരോട് എടുക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. നിങ്ങൾ ചെയ്തോളൂ, ഞാൻ റെഡി, എല്ലാത്തിനും ദേ ആർ റെഡി, ദേ ആർ അവൈലബിൾ എന്നുള്ള നിലയിൽ. പക്ഷെ അവർക്കും എല്ലാ മനുഷ്യനും ഉള്ള പോലെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പീപ്പിൾ പ്ലീസിങ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ സ്വന്തം വേദനകളും ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ ജീവിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഗുഡ് ചൈൽഡ് സിൻഡ്രോം ഉള്ളത്. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞ് കയറി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് പുതുതായി ജോയിൻ ചെയ്യുമ്പോൾ അവിടെയുള്ളവരെല്ലാവരുടെയും ഗുഡ് ബുക്സ് കയറാൻ പല രീതിയിൽ ഇവരിതേപോലത്തെ ബിഹേവിയർ കാണിക്കും. പക്ഷേ ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, കുറേ നാളിങ്ങനെ സപ്രസ് ചെയ്ത് സ്വന്തം പേഴ്സണാലിറ്റി തന്നെ മോശമായ രീതിയിലേക്ക് പോകും.